ഹലോ വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ആർ വൈ ഫ്രം സോർനെറ്റ്. ഈ ഒരു വീഡിയോയിൽ ഗോൾഡിൽ റീസെൻ്റ് ആയിട്ട് എടുത്ത ഒരു ട്രേഡിൻ്റെ റീക്യാപ്പാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ വീഡിയോ വലിയ ലെങ്തി വീഡിയോ ആയിട്ടുണ്ടാവില്ല. മാക്സിമം ഒരു 10 മിനിറ്റിനുള്ളിൽ വീഡിയോ തീർക്കുന്നതായിരിക്കും. ഡയറക്റ്റ് കോൺസെപ്റ്റ് പറയും, കൺഫർമേഷൻ എന്താ ഉപയോഗിച്ചെന്ന് പറയും. ദാറ്റ്സ് ഓൾ. ഒരു ഈസി റീക്യാപ്പ് വീഡിയോ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് മന്ത്ലി ടൈം ഫ്രെയിം വെച്ച് അനലൈസ് സ്റ്റാർട്ട് ചെയ്യാം. ഹയർ ടൈം ഫ്രെയിം ആയുള്ള മന്ത്ലി നോക്കുന്ന ടൈമിൽ ഓക്കെ നമ്മളെടുത്ത പെയർ ഗോൾഡ് ആണ്. ഓക്കെ, മന്ത്ലി ഈസ് ബുള്ളിഷ്. മന്ത്ലി ഈ കിസ്സിങ് ഹാൻഡിലിനെ സൂപ്പറായിട്ട് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മന്ത്ലി ഈസ് ബുള്ളിഷ് ഫ്രം ദിസ് കിസ്സിങ് ഹാൻഡിൽ. ഓക്കെ, സോ അപ്പോൾ ഇനി നമുക്ക് ഡയറക്റ്റ് വീക്ക്ലിയിലോട്ട് സ്വിച്ച് ചെയ്യാം. വീക്ക്ലി നോക്കുന്ന ടൈമിൽ ലാസ്റ്റ് വീക്ക് ഒരു ബിയറിഷ് ക്യാൻഡിൽ ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു റിജക്ഷനിലാണ് ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ വിക്ക് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിൽ വിക്ക് ഉണ്ടായിരുന്നു ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോൾ. അതായത് അവിടെ ഒരു ബൈയിങ് പ്രഷർ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. സോ വീക്കിലി ബുള്ളിഷ് ആണോ ബിയറിഷ് ആണോ നോക്കുന്ന ടൈമിൽ നമ്മുടെ അനാലിസിസ് പ്രകാരം, നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി പ്രകാരം നമുക്കിവിടെ ഒരു ക്ലീൻ ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു. ഇത് ഫസ്റ്റ് ടച്ച്, ഇത് സെക്കൻഡ് ടച്ച്, ഇത് തേർഡ് ടച്ച്. ഇങ്ങനത്തെ ഒരു ക്ലീൻ ആയിട്ടുള്ള ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ലൈൻ ചാർട്ടിൽ കാണിച്ചു തരാം. ഈ റെസിസ്റ്റൻസ് നമ്മൾ ഫസ്റ്റ് ടച്ച് ആയിട്ട് എടുത്തു, ഈ സപ്പോർട്ടിന് സെക്കൻഡ് ടച്ച്, തേർഡ് ടച്ച് നമ്മളെ കറണ്ട് മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് വീക്കിലി ബുള്ളിഷ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, വീക്കിലി ബിയറിഷ് ആയിരുന്നു ഇതിന് മുമ്പ്. പക്ഷേ ഈ ഒരു ട്രെൻഡ് ലൈനിൽ നിന്ന് വീക്ക്ലി ആസ് ഓൾസോ ഷിഫ്റ്റഡ് ടു ബുള്ളിഷ്. സോ ഇപ്പോൾ നമ്മൾ മന്ത്ലിയുടെ ഡയറക്ഷൻ ബുള്ളിഷ് ആണെന്ന് കൺഫേം ചെയ്തു, ആൻഡ് വീക്ക്ലിയുടെ ഡയറക്ഷനും ബുള്ളിഷ് ആണെന്ന് കൺഫേം ചെയ്തു. സോ ഇനി നമുക്ക് ഡയറക്റ്റ് ഡയലിയിലോട്ട് പോവാം. ഡയലി നോക്കുന്ന ടൈമിൽ ഈ വീക്കിലി ട്രെൻഡ് ലൈനിൽ ഡയലിയും അത്യാവശ്യം നമ്മളെ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം റീസെൻ്റ് ആയിട്ടുള്ള ഡയലി റിജക്ട് ഡയലി നോക്കുന്ന ടൈമിൽ ഇതാ ഇവിടെ ഒരു ക്ലീൻ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ സപ്പോർട്ടിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ സപ്പോർട്ടിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് വീക്ക്ലി ഈസ് ബുള്ളിഷ്, ഡയലി ഈസ് ബുള്ളിഷ്, മന്ത്ലി ഈസ് ബുള്ളിഷ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ഒരു ബൈ സെറ്റപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാ ടൈം ഫ്രെയിമും ബുള്ളിഷ് ആകുന്ന ടൈമിൽ സെൽസ് എടുക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങളൊരു സൈഡ് എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് അത് എവിടെ കട്ട് ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിയണം. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇഫ് ഓൾ ദ ടൈംസ് ആർ ബുള്ളിഷ്, നിങ്ങൾ ബൈ സെറ്റപ്സ് എടുക്കാൻ നോക്കുക. നിങ്ങൾക്ക് അത്യാവശ്യം വിൻ റേറ്റും കിട്ടും, റിസ്ക് റിവാർഡും ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. സോ ഇനി നമ്മൾ ഇന്നെടുത്ത ട്രേഡിൻ്റെ റീക്യാപ്പിലോട്ട് വരാം. ഇന്നത്തെ ഡേ നോക്കുന്ന ടൈമിൽ വെനസ്ഡേ ആണ്. ഓക്കെ, 21st May. അപ്പോൾ നമുക്ക് ഈ സെറ്റപ്പ് ഫോം ആയിട്ടുണ്ടായിരുന്നു 1 ഹവറിലായിരുന്നു. ഞാൻ ഡയറക്റ്റ്ലി 1 ഹവറിലോട്ട് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. 1 ഹവറിൽ ഇവിടെ ഒരു ഗ്യാപ്പ് ലെവൽ കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക്. നമ്മൾ മലേഷ്യൻ SNR സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും ഗ്യാപ്പ് ലെവലിൻ്റെ ഇമ്പോർട്ടൻസ്. ഇവിടെ നിങ്ങൾക്കൊരു ഗ്യാപ്പ് ലെവൽ കാണാൻ പറ്റും. ആൻഡ് ദ നെക്സ്റ്റ് ക്യാൻഡിൽ, അതായത് 9:30 ഇന്ത്യൻ ടൈം 9:30 റീട്രേസ്മെൻറ്റിന് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗ്യാപ്പ് ലെവലിലോട്ട്. ഓക്കെ, സോ നമുക്ക് ഈ ലെവൽ വാലിഡ് ആണോ എന്ന് നോക്കണം. അപ്പോൾ വാലിഡ് ആണോ നോക്കാനായിട്ട് ജസ്റ്റ് നമുക്ക് 30 മില്ലിലോട്ട് പോയി നോക്കാം. 30 മില്ല് പോകുന്ന ടൈമിൽ എന്താണ് ആ 1 ഹവർ ഗ്യാപ്പ് ലെവൽ, ഒരു മിനിറ്റ് ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതാ ഈ ഒരു 1 ഹവർ ഗ്യാപ്പ് ലെവൽ, ഇതൊരു ബോക്സ് വെച്ച് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ അക്യുറേറ്റ് ആയിട്ടുള്ള ലെവൽ കിട്ടും. സോ ഞാൻ ജസ്റ്റ് ഒന്ന് ബോക്സ് വെച്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 1 ഹവർ ഗ്യാപ്പ് ലെവലിന് 30 മില്ല് പോകുന്ന ടൈമിൽ എന്താണ് ഇവിടെ ഒരു 30 മില്ലിൽ ബ്രേക്ക് ഔട്ട് SNR അഥവാ ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു, ഇത് സപ്പോർട്ടായിട്ട് ടേൺ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ലെവലും കൂടെ 30 മില്ലുണ്ട്. സോ 1 ഹവർ ഗ്യാപ്പ് ഇൻസൈഡ് ക്ലാസിക് ലെവൽ. ഓക്കെ, ഒരു ഗ്യാപ്പ് ലെവൽ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ക്ലാസിക് ലെവലും കൂടെ ഉണ്ട്. സോ ഡയറക്റ്റ്ലി നമ്മൾ 1 ഹവറിൽ റീട്രേസ്മെൻറ്റിന് വന്ന ക്യാൻഡിൽ ഇതാണ്. ഇവിടെ ജസ്റ്റ് ഒരു വെർട്ടിക്കൽ ലൈന് വെക്കുക, അതിനുശേഷം 5 മിനിറ്റിലോട്ട് പോവാം കൺഫർമേഷൻ നോക്കാനായിട്ട്. ഓക്കെ, 5 മിനിറ്റിൽ പോകുന്ന ടൈമിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചാർട്ട് സൂം ഔട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, 5 മിനിറ്റിൽ നമ്മളെ ലെവലിൽ വന്ന് ടച്ച് ആയത് ഈ ക്യാൻഡിലാണ്. ഈ ക്യാൻഡിൽ നമ്മുടെ ലെവലിൽ ടച്ച് ആയതിനു ശേഷം നമുക്ക് EMA കൺഫർമേഷൻ കിട്ടിയത് ഈ ഒരു ക്യാൻഡിൽ നിന്നാണ്. സോ ഡയറക്റ്റ്ലി ദ നെക്സ്റ്റ് ക്യാൻഡിൽ, ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നമ്മൾ എൻട്രി എടുക്കും വിത്ത് 30 പിപ്പ് സ്റ്റോപ്പ് ലോസ്. കറക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാം. നമ്മളെപ്പോഴും ഗോൾഡിൽ 30 പിപ്സാണ് സ്റ്റോപ്പ് ലോസ് വെക്കാറുള്ളത്. റിസ്ക് റിവാർഡ് മിനിമം നമ്മൾ 1:3 ആണ് ക്യാച്ച് ചെയ്യാറുള്ളത്. അതിൻ്റെ ഇടയിൽ നമ്മൾ പാർഷ്യൽസ് ഒക്കെ എടുക്കാറുണ്ടെങ്കിലും നമ്മൾ മിനിമം 1:3 ആണ് ക്യാച്ച് ചെയ്യാറുള്ളത്. സോ ഇതാ നമ്മൾ 30 പിപ്സ് സ്റ്റോപ്പ് ലോസ് വെച്ചു, ആൻഡ് ഓൾവേസ് മിനിമം ഞാൻ 1:3 ക്യാച്ച് ചെയ്യും. ഇതാ 90 പിപ്സ് TP വെച്ചിട്ടുണ്ടായിരുന്നു, 30 പിപ്സ് സ്റ്റോപ്പ് ലോസ്. സോ അപ്പോൾ അതായിരുന്നു നമ്മൾ ഇന്നെടുത്ത ട്രേഡ്. ഈസി അനാലിസിസ് ആണ്.
സിമ്പിളായിട്ടുള്ള ഒരു കൺഫർമേഷൻ യൂസ് ചെയ്തെടുത്ത ട്രേഡാണ്. ഈസി ആയിട്ട് 1:3 ക്യാച്ച് ചെയ്തു. നല്ല മൂവ്മെൻ്റ് ഉള്ള ടൈമും കൂടെ ആയിരുന്നു. ഓക്കെ, സോ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി കുറച്ച് പേര് കമൻസിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. MSNR, അതായത് മലേഷ്യൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ നെക്സ്റ്റ് വീഡിയോ എന്താണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. സോ അൺടിൽ ദെൻ ബൈ.